മലയാളിക്ക് അതിപരിചിതമല്ലാത്ത സങ്കേതങ്ങളും ആശയങ്ങളും സന്നിവേശിപ്പിച്ച് തൻ്റെ സൃഷ്ടികളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ പ്രിയ കലാകാരൻ വിവേക് വിലാസിനെയാണ് റൂമി സോൾസൈസിൻ്റെ ഇത്തവണത്തെ അതിഥി. സോൾസൈസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആക്ച്വലി മലയാളിക്ക് ഈ യാതൊരു എന്താ പറയുക വിഷ്വൽ സെൻസും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പലരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളിക്ക് വളരെയധികം വിഷ്വൽ സെൻസ് ഉണ്ടെന്നാണ്. പക്ഷെ അതല്ല എന്നുള്ളതിനും വളരെയധികം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ പണ്ട് 86 മറ്റോ തോന്നുന്നു കലാപീഠത്തിലൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. കലാപീഠം എറണാകുളത്ത്. കലാധരനാണ് അതിൻ്റെ മെയിൻ നടത്തിപ്പുകാരൻ. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ ഒരാളൊരു മറ്റേ എന്താ പറയുക രവിവർമ്മനെ കുറിച്ചിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുസ്തക റിലീസിനനുബന്ധിച്ച് കേരള കലാപീഠത്തിൽ ഒരു എക്സിബിഷൻ നടന്നു. അപ്പോൾ ഈ എക്സിബിഷൻ നടന്നപ്പോൾ രവിവർമ്മയുടെ ഫാമിലി എന്നുള്ള ആൾക്കാരാണ് കൂടുതലും ഇതിൻ്റെ വർക്കുകളൊക്കെ കൊടുത്തത്. ഇപ്പോൾ ഫാമിലിയുടെ കയ്യിലധികം ഒന്നും ഇല്ല. അപ്പം അത് കാരണം കണ്ടമാനം സ്കെച്ചുകളും വാഷസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ആരും കാണാത്ത സാധനങ്ങളാണ്. ലൈക്ക് ഭയങ്കര നമുക്കൊക്കെ ഒരു റെവലേഷനാണ്. ലൈക്ക് നമ്മൾ ഈ രവിവർമ്മയുടെ പെയിൻറ്റിങ്സാണ് പരിചയമുള്ളത്. അതുകൊണ്ട് ആളെങ്ങനെ പ്രിപ്പയർ ചെയ്തത് അല്ലെങ്കിൽ ആൾ എന്താണ് ലെറ്റേഴ്സ് ആയിട്ട് ബ്രദറായിട്ട് കറസ്പോണ്ട് ചെയ്ത് അതൊന്നുമില്ല. അതൊക്കെ വെച്ചിട്ടുള്ളൊരു എക്സിബിഷനായിരുന്നു. കലാപീഠം വളരെ ചെറിയൊരു സ്പേസാണ്. ഇപ്പോൾ ഈ ഒരു സ്പേസിനേക്കാളും ഒരു ഡബിൾ സ്പേസ് അത്രേ ഉള്ളൂ ഗാലറി. വീതി വേണമെങ്കിൽ ഒരു 2 അടി കൂടുതലുണ്ടാവും. അപ്പം അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ദേവമാഷും എല്ലാവരും ഉണ്ടായിരുന്നു. ദേവമാഷ അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എക്സിബിഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ എല്ലാ വർക്കുകളൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ പോയി അത് കാണാൻ വേണ്ടി. അപ്പോൾ രാവിലെ പോയപ്പോൾ കലാധരൻ മാഷ അവിടെ ഇങ്ങനെ കൈ തലയിൽ വെച്ചിങ്ങനെ ഇരിക്കുക. എന്ത് പറ്റിയെന്ന് കണ്ടോൻ ആൾക്കാരുണ്ട്, പോലീസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു കള്ളൻ കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറ്റമ്മ കള്ളൻ ആക്ച്വലി കയറാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അതിൽ യാതൊരു സംശയമില്ല. ഒന്നാമത് കലാപീഠത്തിൽ അത്ര സെക്യൂരിറ്റി ഒന്നുമില്ല. പിന്നെ അന്ന് ഈ രവിവർമ്മയുടെ വർക്ക് വാല്യുബിളാണ്. പക്ഷെ എന്നാലും ഇത്ര വാല്യുബിൾ അല്ല. ഇത്ര ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കള്ളന്മാർ വന്നേനെ അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന്. ഇതൊരു കള്ളം കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ ഏത് വർക്കാണ് പോയെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല അയാൾ ഓഫീസ് കയറിയിട്ട് പ്രൊജക്ടർ കണ്ടുകൊണ്ടിരുന്നു. അപ്പം ശരിക്കും വേണമെങ്കിൽ പറയാം മലയാളിക്ക് തീരെ ഇതില്ല. ആ കള്ളനെ പിടിച്ചിട്ട് അടിക്കാൻ വേണം. മലയാളിക്ക് കലാബോധമില്ലാതെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ലൈക്ക് അത് സംഭവം ശരിയാണ്. ലൈക്ക് അത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കലയില്ലെങ്കിലും നമ്മുടെ ഫെസ്റ്റിവൽസിൽ ഭയങ്കര കലയുടെ ഇതുണ്ട്. ഈ ചെണ്ടേര മേളവും ദഫും മറ്റേ ഡാൻസ് ചെയ്യലും മറ്റേ റിതമിക് ഇതും സെലിബ്രേഷനും കളേഴ്സൊക്കെ വേറെ ഒരു കൾച്ചറിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ നമുക്കുണ്ടാവും. ഇപ്പം നമ്മുടെ പല സാധനങ്ങൾ പലർക്കും അത് എന്താ പറയുക ഒരു എക്സ്ട്രീം ഫോം ഓഫ് സെലിബ്രേഷനാണ് നമ്മുടെ ചെണ്ടേര സൗണ്ടുകളും മറ്റേ മദ്ദളും മറ്റേതിൻ്റെയൊക്കെ സൗണ്ടും ഈ എല്ലാവർക്കും എല്ലാ കൾച്ചറിനും ഉണ്ട് കേരളത്തിലത്. ഈ ചവിട്ട് നാടകമാണെങ്കിലും ചവിട്ട് നാടകം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും. ലൈക്ക് അത്രയും ആക്റ്റീവാണ് അവർ. അപ്പം എനിക്ക് തോന്നുന്നത് അത് ഈ കൾച്ചറിൽ അതുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ അത് കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടുകളൊക്കെ പെയിൻറ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താ പറയുക യെല്ലോ ഓക്കർ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ വരും. അല്ലെങ്കിൽ അത് വെള്ളയാക്കാൻ നോക്കുമ്പോൾ കുറച്ച് നീലിടും നല്ല വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. നീലം കുറച്ച് കൂടി കഴിഞ്ഞാൽ ഒരു നീല കളറായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടുകളുടെ കളേഴ്സ്. നാട്ടുകാരാണെങ്കിൽ ലൈക്ക് ഒരുതരം എന്താ പറയുക വെള്ള ഇത് ചെറിയൊരു കര അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ വെള്ളയും അതാണ്. പക്ഷെ നമ്മുടെ ഫെസ്റ്റിവൽസിൽ അപ്പോൾ ഓണാണെങ്കിലും മറ്റേ തെയ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീം ഫോമാണ്. ഈ ഡാൻസുകളും മറ്റേ എന്താ പറയുക ഈ കണ്ണൂർ ആ ഭാഗത്തൊക്കെ കുറേ ചില ഈ കളരി ബേസ് ആയിട്ടുള്ള ചില കളികളൊക്കെ ഉണ്ട്. അതൊക്കെ എക്സ്ട്രീമാണ്.
അപ്പോൾ നമ്മുടെ കൾച്ചറിൽ അത് ഉണ്ടായിരുന്നു. ലൈക്ക് പിന്നെ നമ്മുടെ ചിത്രകലയിലാണെങ്കിലും ഈ ജോമെട്രി അല്ലെങ്കിൽ മിത്തോളജി അല്ലെങ്കിൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മലയാളിക്ക് അത് ഇൻഹറൻ്റ് ആയിട്ട് ഉണ്ട്. ഒരുപക്ഷെ ഈ കുറച്ചൊരു എന്താ പറയുക, ഒരു മോണിറ്ററി നമ്മളൊരു എഫ്ലുവൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൻഡ് അവൈലബിലിറ്റി, എൻ്റെ ഒരു ആർട്ടിലൊരു മെയിനായിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് എപ്പോഴും വേണം. അത് സ്വീകരിക്കുകയോ ആക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ അതിനുള്ള ഒരു ഫ്രീഡം വേണം. കേരളത്തിൻ്റെ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഒരു എന്താ പറയുക, നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു നവോത്ഥാനമൊക്കെ കൊണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ തൊട്ടുകൂടാത്തവർ മാത്രമല്ല കണ്ടുകൂടാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ഫോം ഓഫ് ഈ ഒരു സിവിലൈസേഷണൽ ഓപ്പറേഷനാണത്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും ലോ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആദ്യം ബ്രേക്ക് ചെയ്യുക അവിടെ നിന്നായിരിക്കണം. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പൊട്ടിച്ച് എറിഞ്ഞ് വേറൊരു ഒരു മോഡേണിറ്റിയും ഒരു ലോക ആയിട്ടുള്ളൊരു കണക്ഷനൊക്കെ നമ്മളത് ഉണ്ട് ഇല്ല എന്നൊക്കെ ലൈക്ക് ഉണ്ടെന്നുള്ളൊരു ആക്സെപ്റ്റ് ചെയ്യണത്. ആൻഡ് ഈ അവൈലബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എപ്പോഴും ഒരു മനുഷ്യൻ്റെ ഒരു ഫ്രീഡം ഓഫ് എന്താ പറയുക ചോയ്സാണ്. നമ്മളെങ്ങനെയാണ് ഒരു ഐഡിയ ആക്സസ് ചെയ്യുക, പിന്നെ അതെങ്ങനെയാണ് എന്താ പറയുക അസിമുലേറ്റ് ചെയ്യുക, നമ്മളത് നമ്മുടേതാക്കുക, എന്നിട്ടത് നമ്മുടെ ഐഡൻറ്റിറ്റി അത് വെച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്കും എല്ലാം ഈ ഒരു ഐഡിയ വെച്ചിട്ട് ആക്സസ് ചെയ്യുക. അതിനുള്ളൊരു ഫ്രീഡം ആണ് എൻ്റെ വർക്കിൽ സ്പെഷ്യലി എൻ്റെ ഒരു ഐ മീൻ അവിടെ നിന്നാണ് എൻ്റെ ഒരു ഇത് വരുന്നത്. ഇതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല, എല്ലാ ഇതും അങ്ങനെ തന്നെയാണ് സാധാരണ സൊസൈറ്റിയിൽ നടക്കാറ്. അപ്പോൾ ഞാൻ ഈ ഡൽഹിയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പിന്നെ ആ ജോലി വിട്ട് ഈ ഹുസൈൻ ഒരു ഷോ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നെയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 36 പേരെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആർട്ട് ഇത്രയും എത്തിയ നിലയ്ക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ജോലി വിട്ടു. അപ്പോൾ ഇങ്ങനെ ആർട്ട് കോളേജിൽ ചേരാമെന്നുള്ളൊരു ഐഡിയ ആയി. അപ്പം അന്ന് എനിക്ക് 27 വയസ്സാണ്. അപ്പോൾ 27 വയസ്സിൽ ആർട്ട് കോളേജ് എടുക്കില്ല. ഡൽഹിയിൽ 23 വയസ്സാണ്. അപ്പോൾ ആരും പറഞ്ഞു ജാമ്യയിൽ പോയി നോക്കുന്നതാണ്. അപ്പോൾ ജാമ്യ പോയപ്പോൾ അവിടെ 25ആണ്. പിന്നെ വേറെ രാജേന്ദ്രൻ നഗറിൽ ഒരു ഡിപ്ലോമ കോളേജ് ഉണ്ടായിരുന്നു, അവിടെയും 25ആണ്. ഞാൻ അന്ന് ഈ പല എന്താ പറയുക സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ആർട്ട് ഹിസ്റ്ററി എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഞാനത് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് എവിടെയാണെന്നുള്ളതൊക്കെ കുറച്ചൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഒരു തർക്കമായിട്ടില്ലാണ്ട് നമ്മൾ എഴുതുമായിരുന്നു. അപ്പോൾ പല MFA സ്റ്റുഡൻസിനും ഞാൻ എഴുതിയിട്ടുണ്ട് അവരുടെ തീസിസും മറ്റേ അങ്ങനെയൊക്കെ. പലർക്കും നല്ല മാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാറ്റലോഗുകളൊക്കെ എഴുതുമായിരുന്നു, ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനന്നൊരു എഴുത്തുകാരനും ഒരു ആർട്ടിസ്റ്റും ആവാനുള്ളൊരു ശ്രമത്തിലായിരുന്നു, ഒരു കാർട്ടൂണിസ്റ്റൊക്കെ ആവാനുള്ള ശ്രമത്തിലായിരുന്നു. കാർട്ടൂണിസ്റ്റ് ആവാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ വേറെ ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പുസ്തകങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങി. കാരണം അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രജി എന്ന് പറഞ്ഞ സുഹൃത്ത് അനിത, അപ്പോൾ അവർ നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്ത പോലെ കുറച്ച് കാലം അവരുടെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഉണ്ടായിരുന്ന ചില എന്താ പറയുക ജോസഫ് ബോയ്സ് അങ്ങനത്തെ ചില ആർട്ടിസ്റ്റുകളുടെ ഇൻഫ്ലുവൻസിലായിരുന്നു. അപ്പോൾ ഈ ചെയ്യുന്ന വർക്കുകളൊക്കെ ഏകദേശം അതിൻ്റെ ഒരു വകഭേദമായിരുന്നു. അപ്പോൾ അതൊന്നും നാട്ടിൽ വിൽക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പം നമുക്കൊക്കെ കുറേ ഐഡിയ ഉണ്ട്, പക്ഷേ ഇത് വെച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വല്ലപ്പോഴും ചിലപ്പോൾ ഒരു പെയിൻറ്റിംഗ് ഒക്കെ അവിടെ നിന്ന് ഒരു ഗാലറിയിൽ നിന്ന് വിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അഭിമന്യു ഒരു ആർട്ടിസ്റ്റ്, ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ ആ സമയത്ത് അഭിമന്യു, റിംസൺ, റോയ് തോമസ്, എന്താ പറയുക കണ്ടോന ആർട്ടിസ്റ്റുകളുണ്ട്, അനിൽ ദയാനന്ദ്, ഇവരെല്ലാവരും അവിടെ പഠിക്കുകയായിരുന്നു. പ്രസന്നൻ ആൻഡ് അശോകൻ പൊതുവാൾ, ഇവരൊക്കെ വരുമായിരുന്നു. അശോകൻ കുറച്ച് കാലം ഞങ്ങളോട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു സാഹചര്യമായിരുന്നു. കണ്ടോനം പഠിക്കാനും നമ്മുടെ പ്രാക്ടീസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റിയൊരു സാഹചര്യമായിരുന്നു അത്. അപ്പോൾ അത്
പിന്നെ അവിടെ ഈ ലൈബ്രറികളുണ്ട്, ലൈബ്രറി അമേരിക്കൻ എന്താ പറയുക ലൈബ്രറി, ജാപ്പനീസ് ലൈബ്രറി, ബ്രിട്ടീഷ് ലൈബ്രറി, പിന്നെ ഈ വേറെ ഓരോ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ ഡൽഹി ഒരു ക്യാപിറ്റലിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം നിങ്ങൾക്കും ഇവിടെ അങ്ങനെ അതിൻ്റെ ഒരു ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. കണ്ടവനും ഈ പുറത്തുനിന്നുള്ള എംബസികൾ നടത്തുന്ന പ്രോഗ്രാംസ്, സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും കണ്ടംപററി ഡാൻസ് ആണെങ്കിലും അതിനുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ കണ്ടവനും മ്യൂസീഷ്യൻ ഫ്രണ്ട്സ് ഉണ്ട്. ഐ മീൻ പല ഫാമിലീസ് നിന്നൊക്കെയുള്ള ആൾക്കാരോട് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അഭിമന്യുവിനൊരു പുസ്തകം വിറ്റ് കഴിഞ്ഞപ്പോൾ അഭിമന്യുവിൻ്റെ വൈഫ് അത് മോളിക്കുട്ടി എനിക്ക് തിരിച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയി ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നു, ഇങ്ങനെ വിറ്റ് ഈ പുസ്തകമൊന്നും വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം ഈ 3000 രൂപയുടെ പുസ്തകം ഞാനൊരു 1000 രൂപയ്ക്ക് അങ്ങനെയൊക്കെയായിരുന്നു നടക്കണ്ടായിരുന്നു. അന്ന് നല്ലൊരു ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ AC ഒരാൾക്ക് കൊടുത്തു, പിന്നെ എന്താ പറയുക ബുക്ക് ഷെൽഫ് കൊടുത്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിക്കണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെ ഞാനൊരു കസിൻ്റെ അടുത്ത്, അപ്പോൾ അവന് ഇവിടെ ദുബായിലാണ്. അപ്പോൾ ആൾ പറയണം, നീ ഇവിടേക്ക് പോരെ, നിന്റെ ആർട്ടും ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ടാണ് വേറൊരു കസിൻ അവിടെ ഡൽഹിക്ക് ഉണ്ടായത്. ആർട്ടും ചെയ്യാം, ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദുബായിൽ വന്നു, ഒരു വിസിറ്റിംഗ് വിസയിലാണ് വന്നത്. അപ്പോൾ എനിക്കൊരു സൈൻ ബോർഡ് കടയിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ ഇവിടെ അന്ന് വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. കുറേ വായിച്ചിട്ടും ഉള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇതൊന്നുമില്ല. അത് എന്താ പറയുക പൊളിറ്റിക്കൽ സയൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിനുമുമ്പ് മെറൈൻ റേഡിയോ ഓഫീസർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ അത് പിന്നെ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ആണ് ദുബായിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കസിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടുത്തെ ഈ ആർട്ട് ഗാലറികളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നീ ഒരു കാര്യം ചെയ്യും, യെല്ലോ പേജസിൽ നോക്കാൻ പറഞ്ഞു. അപ്പോൾ യെല്ലോ പേജസിൽ കുറേ ആർട്ട് ഗാലറികളൊക്കെ പോയി നോക്കുമ്പോഴൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പ്, അല്ലെങ്കിൽ ഒരു തുണിക്കട, ഗാലറി എന്ന് പേരുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗാലറി ഉണ്ട്, ബസ്തക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോ ഒരു ഗാലറി ഉണ്ട്, ഒരു ബ്രിട്ടീഷ് സ്ത്രീ എന്ന് നടത്തുന്നുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞു. അത് ഭയങ്കര മോശമായിട്ടില്ല. ഐ മീൻ വാട്ടർ കളർ മാത്രം ചെയ്യുന്ന കുറേ എക്സ്പാൻസ് വാട്ടർ കളർ മാത്രം ചെയ്യുന്ന ചില ഗാലറി, അത് ഈ ഇവിടുത്തെ ഈ ഒട്ടകവും മറ്റൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്നല്ല പറഞ്ഞു. അപ്പം അങ്ങനെ ഡിജക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ 3 മാസം കഴിഞ്ഞു. പിന്നെ അപ്പം നാട്ടിൽ പോയി തിരിച്ച് വേറൊരു കമ്പനിയിലായിരുന്നു, ഇതൊരു സൈൻ ബോർഡ് തന്നെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗാലറി കണ്ടു, ഒരു ഗാലറി പോലത്തെ ഒരു ഗാലറി, ഗ്രീൻ ആർട്ട് എന്ന് പറഞ്ഞിട്ട്, മറ്റേ ദുബായ് സൂവിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ഗാലറി അവിടെ പോയിട്ട് അപ്പം ഞാൻ കുറേ ചെറിയ ചെറിയ മാക്കറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മോഡൽസ്. അപ്പോൾ അത് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ പറഞ്ഞു ഒരു ഷോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 8 മാസമെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞത് വർക്ക് ചെയ്യാം, കാരണം എവിടെ നിന്ന് കാശ് കിട്ടുകയെന്നൊന്നും അറിയില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ജോലി ചാടിയിട്ട് പിന്നെ ഫ്രീലാൻസാണ്. ഫ്രീലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് കുറേ ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് വർക്ക് തരും. അപ്പോൾ എനിക്കറിയാം അവിടെ നിന്ന് ചെയ്യിക്കാൻ പറ്റുകയെന്നുള്ളത്, ഈ നിയോൺ സൈനും മറ്റൊക്കെ. അന്ന് എൻ്റെ വായന വേറൊരു ലൈനിലായിരുന്നു പോകണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഈഗോ ആണെന്ന് എനിക്കറിയില്ല, ഒരു പ്രത്യേക ഒരു അറിവുണ്ടായിരുന്നു ഞാൻ എന്താണ് ചെയ്യണമെന്ന്. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ ആർട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇവർക്കൊന്നും അത് മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിലാവണ കുറച്ച് പേര് നാട്ടിലുണ്ടായിരുന്നു. ലൈക്ക് ഓൾസോ എൻ്റെ അനിയൻ്റെ വൈഫ് ഒരു ഡിസൈനറും ഒക്കെയായിരുന്നു. അപ്പോൾ അവർ ചേട്ടൻ ചെയ്യണത് തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. ലൈക്ക് എനിക്ക് അപ്പം എൻ്റെ അനിയനും അനിയത്തിയും അവരൊക്കെ വീട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ തെറിച്ചാണ്. അച്ഛനും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ചേട്ടൻ അത് ചെയ്യണം എന്നുള്ളൊരു ലൈനിൽ അതൊക്കെയാണ് ചെറിയൊരു എന്താ പറയുക, ഞാൻ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. കിട്ടുന്ന കാശ് വെച്ചിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ചില കുറിയിലൊക്കെ ചെയ്തു, അതും ചില അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഗ്രീൻ ആർട്ട് ഗാലറി ഒരു സൗദി അറേബ്യക്കാരി ഒരു സ്ത്രീയായിരുന്നു. അവരുടെ മകൾ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ ഗ്രീൻ ആർട്ട് നടത്തുന്നുണ്ട്, വളരെ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇൻഫാക്ട് പിന്നീടാണ് ഞാൻ അവരെ മീറ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ വർക്കുകൾ ചെയ്തിട്ട് ഇവരെ കാണിച്ചു ഷോയിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഇവർ പറഞ്ഞു ഇത് നല്ല വർക്കാണ് വിവേക്, പക്ഷെ ഇത് ഗാലറിയുടെ അകത്ത് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അത്രയും വലുതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ബാക്കിൽ കൂടെ കിടക്കാം, ബാക്കിലൊരു ഡബിൾ ഡോർ ഉണ്ടായിരുന്നു, ബാക്കിൽ കൂടെ നമുക്ക് കിടത്താമല്ലോ. അതെ കിടത്താം, പക്ഷെ ഇതാരും വാങ്ങിക്കിയത് എന്നുകൊണ്ട് അവർ നല്ല വർക്കാണ് പക്ഷേ എന്താ ചെയ്യുക, മേ ബി ക്യാൻ യു മേക്ക് ഇറ്റ് സ്മോളർ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ കാണിച്ചു തന്നതിൻ്റെ ഒരു 10-30 നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ഈ കാണിച്ചു തന്നിട്ട് ഒരു 5 സെലക്ട് ചെയ്തിട്ട് അത് വലുതാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 6 ആക്ച്വലി. അപ്പം ചിലതൊക്കെ പൊട്ടിയ പീസ്. അപ്പം ഞാൻ അന്ന് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടോനും ഫാർമർ സൂയിസൈഡ് നടക്കുന്ന സമയമായിരുന്നു, ഇത് ഏർലി 90s ലൈക്ക്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ചില വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ എന്താ പറയുക, ഈ ഡ്രൈ ആയിട്ടുള്ളൊരു പാടമൊക്കെ ഉണ്ടാവില്ല, ഈ പൊട്ടിപ്പൊളിഞ്ഞ പാടം, അങ്ങനത്തെ ഒരു പാടത്തിലൊരു ഒരാളുടെ ഒരു ഫിഗർ കട്ടൗട്ട് ചെയ്തിട്ട് പിന്നെ അയാളുടെ ഹൃദയത്തിൽ നിന്നൊരു ഉണങ്ങിയ മരം വരുന്നത് ചില സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അന്ന് ജുമേറ സൈഡിലൊരു 6 പേരൊരു ആരുടെ വില്ലയാണ്, ഒരു വില്ല ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ 6 പേരാണ് ഞങ്ങളൊരു റൂമിൽ താമസിക്കുന്നത്. ഞാൻ നിലത്ത് എടുക്കണം, അവരെന്നെ ആക്സെപ്റ്റ് ചെയ്താണ്, അവർ 5 പേർക്ക് ബെഡുള്ള ബെഡാണുള്ളത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ശ്രീരാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് കുറേ വർക്കുകൾ അവിടെ റൂമിൻ്റെ അവിടെയും പുറത്തൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആൾക്കാർ ഈ ഫ്രൈഡേ ഇങ്ങനെ കള്ള കുടിച്ച് വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരും, പാട്ടൊക്കെ പാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് തട്ടും. അപ്പോൾ അവർ ഭയങ്കര അപ്പോളജറ്റിക് ആയിട്ട് അയ്യോ വിവേക് സോറി ഇത് എന്നൊക്കെ പറയും. ഞാൻ കുഴപ്പമില്ല, അല്ലേ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഐ ക്യാൻ റിപ്പയർ ഇറ്റ്, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അങ്ങനെ അപ്പോൾ ചിലർ പിന്നെ ഒരു ദിവസം ഈ ഷോ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ റൂമിലത്തെ ആൾക്കാരുടെ ഒരു മട്ടും ഭാവമൊക്കെ മാറി. കാരണം മുമ്പ് ഞങ്ങൾ 2 ഷോയിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂമിൽ നിന്ന് എല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെയുള്ള ഒരു ആൾക്കാർ വരുന്നതും അവിടുത്തെ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ വിവേകം അങ്ങനത്തെ ഒരു ഷോയിൽ ചെയ്യാൻ പോകണം എന്നുള്ളൊരു ധൈര്യത്തിലുള്ളൊരു ലുക്കായിരുന്നു. ഇത് ഷോ ക്യാൻസൽ ആയി കഴിഞ്ഞപ്പോൾ റൂമിലെ ആൾക്കാരൊക്കെ പറഞ്ഞു നീ ഞാൻ എന്താ ചെയ്യാൻ പോകണം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ വർക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ലൈക്ക് പക്ഷെ ഇതെങ്ങനെ വിൽക്കാൻ പറ്റുമെന്നുണ്ട്, ഇത് ഒരു റൂമിൽ വേണ്ട വെക്കാൻ. അപ്പം നമ്മൾ നല്ല ആർട്ടാണ് ആദ്യം ഉണ്ടാവേണ്ട, റൂം പിന്നീട് വരുന്നു പറഞ്ഞു. അപ്പം അവർക്ക് ദഹിച്ചില്ല, തനിക്ക് പോയി തൂങ്ങി ചത്തുടണോ അല്ലേ. ഞാൻ ജസ്റ്റ് ചിരിച്ചു. ലൈക്ക് എനിക്കന്നും നല്ല ഉറപ്പായിരുന്നു ഞാൻ ചെയ്യണത് എന്തോ നല്ല വർക്കുകളാണ്. കുറച്ച് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ല വർക്കുകളാണ്, ഏകദേശമൊക്കെ ലോക നിലവാരമുള്ള വർക്കുകളാണെന്നുള്ളത് അത് നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ച് നമ്മൾ അളന്നിട്ട് പറയാണ്, തോന്നുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആംനസ്റ്റി വരികയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ട് ഇരിക്കുമ്പോൾ ഞാൻ 95 ബിനാലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു വർക്ക് ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കുമായിരുന്നു. അപ്പോൾ അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരു അറബി ആർട്ടിസ്റ്റ് അല്ല ഒരാൾ വന്ന് ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല വർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ വർക്കാന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടമായ എൻ്റെ വർക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു റിയലി ഓ. അപ്പോൾ അയാളായിട്ട് പരിചയപ്പെട്ടു ഭയങ്കര. അപ്പം അന്ന് എനിക്ക് മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. ഇക്കൊല്ലം അയാൾ വെനിസ് ബിനാലിൽ അയാൾ കാണിക്കുകയാണ്. അപ്പോൾ അയാളായിരുന്നു. അപ്പോൾ അയാളായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോൾ അവൾക്ക് കണ്ടവനും സിമിലർ ആർട്ടിസ്റ്റിനുകളിൽ ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെയൊക്കെ കുറേ ആർട്ടിസ്റ്റുകൾ. ഇപ്പം ബേസിക്കലി ഈ ആർട്ടിൻ്റെ ഒരു സിലബസ് പോലെ ഉണ്ടല്ലോ ഈ ഇന്ന ആർട്ടിസ്റ്റുകൾ, കണ്ടംപററി ആയിട്ടുള്ളൊരു സിലബസ്. അപ്പോൾ അത് തന്നെയാണ് ഇയാളും ഫോളോ ചെയ്യണത്. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ ഒരു ലൈബ്രറിയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഷാർജ ലൈബ്രറിയിൽ. പേര് മഹ്മൂദ് എന്നാണ് ഞാൻ ഓർമ്മയുണ്ട്. മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര്. പക്ഷെ എൻ്റെ മഹ്മൂദ് എന്നാണ് ഞാനത് കേട്ടത് ഇയാൾ പറഞ്ഞ രീതിയിൽ. അപ്പം ഞാൻ നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ ഈ പ്രസിഡന്റ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അജിത് വർമ്മ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം അജിത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബെവറേജസും മറ്റ് ഇതിൻ്റെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു കക്ഷിയാണ്, മറ്റേ വൈനും ലിക്കറൊക്കെ. അപ്പോൾ അവിടെ അജിത്തിനോട് പറഞ്ഞേ വിവേക് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അജിത്ത് ഒന്ന് നോക്കുക. ഈ മഹ്മൂദ് എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ട്, അയാൾ കോർഫക്കാനിലാണ് താമസിക്കുന്നത്, ഷാർജ ലൈബ്രറിയിൽ ജോലി ചെയ്യണത്.
എനിക്ക് അയാളെ കണ്ടിട്ട്, കാരണം ഈ നമ്മുടെ റൂമിലുള്ള ആൾക്കാർക്കൊന്നും അത് മനസ്സിലാവണില്ല നമ്മളെന്ത് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഓൾസോ ലൈക്ക് ഈ എക്സിബിഷൻ കിട്ടുന്നില്ല, എന്ത് പണ്ടാരാണെങ്കിൽ എക്സിബിഷൻ കിട്ടുകയാണെങ്കിൽ ഓക്കെ, അവർ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവർ ആ ഒരു അന്തരീക്ഷമൊക്കെ കണ്ട കാരണം. പക്ഷെ അത് നടക്കാത്ത കാരണം എല്ലാവരും കുറച്ചൊരു ഇതായി. കാരണം ഞാൻ വാടക കൊടുക്കണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ചിലപ്പോഴൊന്നും കറക്റ്റായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം 120 രൂപ മറ്റായിരുന്നു, പക്ഷെ അത് എപ്പോഴും കൊടുക്കാൻ പറ്റിയെന്ന് പറ്റില്ല കറക്റ്റായിട്ട്. അപ്പോൾ അത് അപ്പോൾ ഇയാളോട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല പരിചയമുള്ള ഒരു കക്ഷിയുണ്ട്, അയാൾ മറ്റേ അൽഖലീജിൻ്റെ എന്തോ ഒരു അറബിക് ഇതിൽ ഫൈനാൻഷ്യൽ ടൈംസിൽ എഴുതുന്ന ഒരു കക്ഷിയാണ്. അയാൾ പോയറ്റാണ്. അയാളുടെ പേര് കിട്ടുന്നില്ല. നല്ലൊരു കവിയാണ്, ഇപ്പോൾ അയാൾ അമേരിക്കയിലാണ്, കവിത തന്നെയാണ് അയാളുടെ മെയിൻ പരിപാടി. അപ്പോൾ അയാളുടെ നമ്പർ തന്നു. അപ്പം ഞാൻ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കോർഫക്കാൻ എന്നാണ്. കോർഫക്കാനിൽ 2 ആർട്ടിസ്റ്റുള്ളൂ, മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം എന്നാണ് ഒരാളുടെ പേര്, ഒരാളുടെ പേര് അബ്ദുള്ള സാദി എന്നാണ്. ഇവർ രണ്ടുപേരും എനിക്കറിയാം. അപ്പോൾ ലൈബ്രറിയിലാണ് ഇയാൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളുടെ നമ്പർ തന്നു. ആദ്യം ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ ഷാർജ ലൈബ്രറിയിലേക്ക് വിളിച്ചു. ഷാർജ ലൈബ്രറിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മഹ്മൂദ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അയാളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഹലോ, അയ്യോ ഇവിടെ എല്ലാവരും മുഹമ്മദാണ്, നീ എല്ലാവരുടെ പേരില് ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പേര് മുഹമ്മദാണ്, നീ അന്ന് ഇവിടെ വന്നിട്ട് നോക്കുന്നു പറഞ്ഞു. അത് നടന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇവൻ പറഞ്ഞിട്ട് ഇത് അപ്പം ഇയാളുടെ നമ്പർ കിട്ടി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇന്ന ദിവസം ഞാൻ ഷാർജയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ദുബായിൽ വരുന്നുണ്ട്, വിൽ ക്യാച്ചപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ വന്നിട്ട് തിരിച്ചു പോയി. അപ്പം ഞാൻ ഭയങ്കര ഡിജക്റ്റഡായി. പിന്നെ ഞാൻ വീണ്ടും അവിടെ വിളിച്ചു. അപ്പോഴൊന്നും ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ വരും, അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ഷാർജയിൽ തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷാർജയിൽ പോയി. അയാളോട് നല്ല വരേണ്ട കാര്യമില്ല, ഞാൻ ദുബായിൽ വരും. അപ്പോൾ ഞാൻ ഷാർജയിൽ പോയി ഇയാളെ മീറ്റ് ചെയ്തു. ഞങ്ങളിങ്ങനെ സംസാരിച്ച് തിരിച്ചു വരുന്ന നേരത്തെ ഇയാൾ പറഞ്ഞു, ഓ വിവേക്, ഞങ്ങൾക്കൊരു എക്സിബിഷൻ ഉണ്ട്, ഒരു 7 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എക്സിബിഷൻ ഉണ്ട്, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിന്നെ ഒരു 2 മാസം മുമ്പ് കാണുകയാണെങ്കിൽ നിനക്കും അതിൽ പങ്കെടുക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ജസ്റ്റ് സംസാരത്തിനിടയിലുള്ള ലൈറ്റായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയാളോട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും മറ്റേ പ്രസിഡന്റ് ഹോട്ടലിൽ ഉണ്ടാവും, അവിടേക്ക് വരാൻ പറഞ്ഞു. അല്ല, ഞങ്ങളങ്ങോട്ട് പോയിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ ഹസൻ ഷെരീഫ്, ഹുസൈൻ ഷെരീഫ്, പിന്നെ ഈ ഖലീജിലെയും മറ്റേ അതിൽ കണ്ടവനും പോയറ്റ്സും അതിൻ്റെ എഡിറ്ററും ആദിൽ ഖുസാം പോയിട്ട് കണ്ടവൻ ആൾക്കാർ, ഇവർ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ വെച്ചിങ്ങനെ ഹസനായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഹസൻ പറഞ്ഞു, നിൻ്റെ ആർട്ടിനെ കുറിച്ചും അതൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ ഇൻഫ്ലുവൻസും അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസൻ വെരി ഇൻട്രസ്റ്റിംഗ് വേ, 2 മാസം മുമ്പ് നിന്നെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഞങ്ങളുടെ എക്സിബിഷനിൽ പങ്കെടുക്കായിരുന്നു പറഞ്ഞു. എന്തായാലും നീ വരണം എന്ന് പറഞ്ഞു എക്സിബിഷനിൽ. ഞാൻ പറഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞാൽ ഞാനും അത് തന്നെ പറയണ്ടായിരുന്നു, മീറ്റ് ചെയ്തതൊന്ന് വൈകിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാനും അന്ന് സത്വേര അടുത്തായിരുന്നു താമസിക്കേണ്ടായിരുന്നത്. നമ്മുടെ ഒരു കസിൻ രാജു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ഹസനെ പോയി ഡ്രോപ്പ് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് അവരെന്നെ ഡ്രോപ്പ് ചെയ്തത്. ഈ ആദിൽ, പിന്നെ വേറൊരു ഖാലിദ് റാഷിദ് എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു, ഖാലിദാണ് ഡ്രോപ്പ് ചെയ്തത്. ഖാലിദ് റാഷിദ് അൽ സുവൈദി. ഇൻഫാക്ട് ഖാലിദിൻ്റെ മകളാണ് ഇപ്പോൾ ദുബായ് കെയറിൻ്റെ ചീഫ് ഹെഡ് ഓഫ് ദ സിംഗ്. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഹസൻ്റെ വീട് എവിടെയാണെന്ന് അറിയാം. അപ്പം ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താവുന്ന ദൂരമുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാൻ 2 മാക്കറ്റുമായിട്ട് ഹസൻ്റെ വീട്ടിൽ പോയി. ഹസൻ ജോലിക്ക് പോകണമെങ്കിൽ ഒരു 7-7:30 ആയിരുന്നു. അപ്പോൾ ഹസൻ പറഞ്ഞു, വിവേക്, നീ എന്നെ ഭയങ്കര പ്രശ്നത്തിലാക്കുന്നു. ഞാൻ ഈ അറബികളായിട്ട് അധികം ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സോറി ഹസൻ, ഐ ഡിസ്റ്റർബ് യുവർ സ്ലീപ്പ്. ഞാൻ മുട്ടിയിട്ടാണ് അയാൾ തുറന്നത്. നോ, യു ഹാവ് ടു ബി പാർട്ട് ഓഫ് അവർ ഷോ, ഐ ഡോണ്ട് നോ ഹൗ വി ഡു ഇറ്റ് എന്ന് പറഞ്ഞു. വെരി ഐ ഡോണ്ട് നോ ഹൗ വി ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 6 ദിവസം കൂടെ ഉള്ളൂ എക്സിബിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവരുടെ യൂസഫ് ഹൈദാബി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൾച്ചറൽ വലിയൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അയാളൊരു സുഡാനിയാണ്. അയാൾ മോസ്കോയിൽ നിന്നാണ് PhD ഒക്കെ എടുക്കുന്നത്. പ്രത്യേക ഒരു മാർക്സിയൻ ലൈനിലൊരു കക്ഷിയാണ്. പക്ഷേ പിന്നീട് സുഡാനിൽ വേറെ സംഭവങ്ങളൊക്കെ ആയ കാരണം ഇവരൊക്കെ ഇങ്ങനെ പുറത്തു പോയ ആൾക്കാരാണ്.
പക്ഷേ ഷാർജ ഷെയ്ഖിൻ്റെ ഒരു വളരെ വിശ്വസ്തനും അവൻ്റെ ഒരു കൾച്ചറൽ വലിയൊരു സെക്രട്ടറി ഒക്കെ ആയിരുന്നു മിനിസ്ട്രിയിൽ, പല റിട്ടയർ ചെയ്തു. അപ്പോൾ ആളുടെ അടുത്ത് ഹസൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു യാസൻ ലൈക്ക് ഇതൊരു മ്യൂസിയം എക്സിബിഷനാണ്, 2 കൊല്ലം മുമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ഡച്ചുകാരനുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 6 ദിവസം കൂടി ഉള്ളപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഒരു ഇന്ത്യക്കാരുണ്ടെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നുള്ളത്, ഇയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല ഞാൻ പാർട്ടിസിപ്പേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞ ഒരു ഡീസൻസി പോലുമല്ല. പക്ഷെ ഹസൻ അങ്ങനത്തെ ഒരാളായിരുന്നു, ഒരു അനാർക്കിസ്റ്റും ഒരു ഭയങ്കര കൺവിക്ഷൻ പ്രത്യേക മനുഷ്യനായിരുന്നു ഹസൻ ഷെരീഫ്. ഹസൻ മാത്രം ഒരു പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്. കാരണം ഒരു എക്സിബിഷൻ ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ പോയി കാണുന്നതല്ലാണ്ട് വേറൊരാളുണ്ടെന്ന് പറയാനില്ല, പറ്റില്ലല്ലോ. അപ്പം ഹസൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ഈ എക്സിബിഷൻ ഉണ്ടാവില്ല, ബാക്കിയുള്ളൊരു കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്ന് ഇയാൾ വർക്ക് വല്ല ഫോട്ടോഗ്രാഫ് അങ്ങനെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചാൽ പല ഫോട്ടോഗ്രാഫ് ഉണ്ട്. അപ്പം നമ്മൾ വർക്ക് കുറച്ച് അടുത്താന്ന് പറഞ്ഞു, ലൈക്ക് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റേ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് കുറേ വർക്കുകൾ ചെയ്തിട്ടുള്ളത്, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹസൻ പറഞ്ഞു ഇല്ല അതിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്കിത് കണ്ട് തന്നെ മനസ്സിലാവാൻ പറ്റും എന്താ വർക്ക് എന്നല്ല, ഇത് മാത്രമാണെങ്കിലും പോലും നിന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസൻ വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടിലേക്ക് ഒരു റോൾ ഫിലിം വാങ്ങിച്ചിട്ട് ഇത് ഫോട്ടോഗ്രാഫ് ചെയ്തിട്ട് ഞങ്ങൾ പോകണം. അത് യൂസഫ് ഹൈദാബിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഒരു സുധാനി ലുക്കായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും താടിയും ഒരു ഭയങ്കര മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊന്നും ചിരിച്ചു, അതുകൊണ്ട് പറഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ എക്സിബിഷനിൽ കയറി. അത് കഴിഞ്ഞിട്ട് അപ്പം ഇത് ഷാർജ മ്യൂസിയത്തിലാണ്. മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയ്ത്ത് അൽ സർക്കാൽ, ഇപ്പോഴത്തെ മ്യൂസിയം അല്ല അത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വീടുണ്ട്, ചെറുതല്ല വലിയൊരു വീടാണ്. ഇപ്പോൾ ഈ ബിനാലയുടെ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്പോൾ എന്നോട് ഇവിടെ പോയിട്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ യോസ് ക്ലീവേഴ്സ് എന്നാണ് മറ്റേ ഈ ഡച്ച് ആർട്ടിസ്റ്റിൻ്റെ പേര്, ആളുണ്ട് അവിടെ. ഹസനുണ്ട്, മുഹമ്മദ് കാസിം, മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം ഉണ്ട്, പിന്നെ ഹുസൈൻ ഷെരീഫ് ഉണ്ട്, പിന്നെ ഒരു പോയറ്റ് ഉണ്ടായിരുന്നു പേര് ഹസൻ. ക്ലാസിക്കൽ ഗിറ്റാർ പഠിച്ചിട്ടുണ്ട് പണ്ട് ലണ്ടനിലായിരുന്നപ്പോഴൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു എന്താ പറയുക ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ളൊരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, ഞങ്ങളൊരു ഷോ ചെയ്യാൻ പോകണം, എനിക്ക് ഈ വിവേകിനെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചേർന്നതിന് ഐ വോണ്ട് ടു വെൽക്കം ഹിം വിത്ത് എ സോങ് എന്നുണ്ട്. അപ്പം ആൾ ഈ പിയാനോക്കാരനോട് ചില സ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പ്ലേ ചെയ്യണ്ടെന്ന്. എന്നിട്ട് ഒരു അറബിക്ക് ഒരു ജാസ് നമ്പർ അങ്ങോട്ട് പാടി. ആദ്യമായിട്ടും അവസാനമായിട്ടാണ് ഞാനത് ഹസൻ പാടുന്നത്. ഹസനും അത്ര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ എനിക്കിത് ഒരു പ്രത്യേകതരം വാലിഡേഷൻ ആയിരുന്നു, കാരണം നമ്മുടെ റൂമിലത്തെ ആൾക്കാർ കൊണ്ട് നീ പോയി തൂങ്ങി ചത്തൂടെന്ന് ചോദിക്കണം. ഇതാണെങ്കിൽ വർക്ക് കണ്ടിട്ട് അയാൾ പാട്ട് പാട്ടില്ലെങ്കിൽ ഭയങ്കര വേറൊരു ഇതാണ്. അപ്പം ഞാനത് ഒരു സ്വപ്നമാണോ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് എൻഡ് എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൻ്റെ സമയത്ത് അപ്പം ഹസൻ പറഞ്ഞു കണ്ടമാനം ഒന്നാമത് ഈ അറബി ആർട്ടിസ്റ്റുകൾ ചെയ്യണത് ഭയങ്കര പൊട്ടത്തര എന്നുള്ളൊരു രീതിയിലാണ് ഇവിടുത്തെ സിറിയൻ അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ അങ്ങനത്തെ ക്രിട്ടിക്കുകളും പോയിറ്റുകളൊക്കെ വിചാരിക്കുന്നത്. അപ്പം ഹസൻ്റെയൊക്കെ കണ്ടമാനം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ നല്ല പോയറ്റ്സും, ആദിൽ കുസാം, ഖാലിദ് റാഷിദ് അൽ സുവേദി, പിന്നെ അന്ന് വേറെ ഇപ്പം മരിച്ചുപോയ ആലിയാൽ ആണ്ടാൽ എന്ന് പറഞ്ഞിട്ടൊരു പോയിറ്റ് ഉണ്ടായിരുന്നു. അയാളൊരു ബലൂചിസ്ഥാൻ ഹിസ് പേരൻസ് മദർ ഇസ് ഫ്രം ബലൂചിസ്ഥാൻ. അപ്പോൾ അയാൾ ബലൂചിസ്ഥാൻ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതും ഈ എക്സ്ട്രീംലി ഗുഡ് പോയിട്രി എഴുതുന്നതും. പിന്നെ അയാൾ സൂയിസൈഡ് ചെയ്യാണ് അവസാനം ചെയ്തത്, കാരണം അയാൾ പലതിൽ നിന്നും ഔട്ടാക്കിയ കാരണം പിന്നെ അവസാനം ജീവിക്കാൻ പറ്റാണ്. പിന്നെ ഹുസൈൻ ഉണ്ടായിരുന്നു. ഹുസൈനും സ്ലൈറ്റ്ലി ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നു ഹസൻ്റെ അനിയന്. ഹുസൈൻ നല്ല വർക്ക് ചെയ്യുന്ന ആളാണ്, ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഹസൻ മരിച്ചുപോയി. ഇത് അപ്പം ഇങ്ങനെ ഈ എക്സിബിഷൻ നടത്തുമ്പോൾ എക്സിബിഷൻ കഴിഞ്ഞിട്ട് ഈ ക്രിട്ടിക്സും അതിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹസൻ പറഞ്ഞ അവർ ചോദ്യങ്ങൾ ചോദിക്കും, നീയും അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ചോദിച്ചു ഹസൻ എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന്, ലൈക്ക് പല രീതിയിലും മറുപടി പറയാമല്ലോ, ലൈക്ക് നമ്മളെന്താ അപ്പോൾ എല്ലാവരും ബുൾഡോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു. ലൈക്ക് അവരുടെ ഇഗ്നറൻസിന് നമ്മൾ എടുത്ത് കാണിക്കണം, ലൈക്ക് ആ രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ഹസൻ ആൻസർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചോദ്യം മനസ്സിലായില്ല, ലൈക്ക് അപ്പോൾ അവരോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ യൂസഫ് ഹൈദാബി ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല മറുപടിയും കൊടുക്കും, ചുട്ട മറുപടി കൊടുക്കും. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് ഇതേതാ ഈ മലബാറി, അവനെങ്ങനെയാണ് ഇവരുടെ കൂടെ ചേരാൻ, ഞങ്ങൾക്കൊന്നും ഇവരുടെ കൂടെ ചേരാൻ പറ്റിയില്ലല്ലോ. ലൈക്ക് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, അറബ് ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവരും ഇവരുടെ മേത്തി ആടാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. അങ്ങനത്തെ വർക്കുകളാണത്. അപ്പോൾ ആ എക്സിബിഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു. ശരിക്കും പറഞ്ഞാൽ 96 ഗൾഫ് ന്യൂസിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു പടം വരുന്ന അതിനകത്തൊരു ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം. പിന്നെ ഈ മാർസൽ ബ്രൂദാസിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർസൽ ബ്രൂദാസ് 40ാമത്തെ വയസ്സിൽ ഒരു പോയറ്റായിരുന്ന ഒരാളാണ് ആർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അന്നോട്ട് തന്നെ അയാളുടെ ആർട്ട് അയാൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലുള്ള പല ഈ ജോസഫ് ബോയ്സ്, ആൻഡി വോർഹോൾ, ഇവരൊക്കെ ഇയാളുടെ ഫ്രണ്ട്സായി ഇയാളുടെ വർക്ക് കണ്ടിട്ട്. അപ്പം ഇയാളൊരു തരം പൊളിറ്റിക്സ് ആയിട്ടുള്ളൊരു വർക്കാണ്. അത് കഴിഞ്ഞിട്ട് 97 ഈ ഡോക്യുമെൻ്റാന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് നിങ്ങൾ എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹസൻ പറഞ്ഞത് എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം മുഹമ്മദ് അഹമ്മദും മുഹമ്മദ് കാസിമും പോയി കഴിഞ്ഞിട്ട് ഈ കാത്തറിൻ ദാവീദ് എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ ഇപ്പോൾ ആക്ച്വലി ഇന്നലെ മിനിയാന്നൊക്കെ ദുബായിലുണ്ട്, ഒരാഴ്ച കൊണ്ടുണ്ട്. ഞാൻ സംസാരിച്ചു. അപ്പം പിന്നീട് ഹസൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഒബിച്ചുറിക്ക് അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എനിവേ ഇവർ പോയിട്ട് വന്നപ്പോൾ ഈ ബുക്ക് കൊണ്ടുവന്നു. അപ്പോൾ കാത്തറിൻ ദാവീദിൻ്റെ ഡോക്യുമെൻ്റാണ്, ഇത്രയും കട്ടിയുള്ള ഒരു കാറ്റലോഗാണത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ മാർസൽ ബ്രൂദാസിൻ്റെ ഒരു വർക്കാണ്. അന്ന് മാർസൽ ബ്രൂദാസിനെ പറ്റി ആരും ചർച്ച ചെയ്തിരുന്നില്ല ഇന്ത്യയിൽ പോലും, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബ്രൂദാസ് മരിച്ചിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാത്തറിൻ ദാവീദ് പറയുന്നത് ഇനി ഉള്ള നെക്സ്റ്റ് ജനറേഷനിലുള്ള ഏറ്റവും ആൾക്കാർ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് ബ്രൂദാസാണ്. ഞാനത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടു പോയില്ലേ. ഈ ഒരു കള്ളുപിടിച്ചിരിക്കുന്ന ഒരു അനാർക്കിസ്റ്റ് അറബിക്ക് ഇത് അറിയായിരുന്നു എന്നുള്ളത്. ഇത് ഏറ്റവും വലിയൊരു ഫ്രഞ്ച് തിങ്കറായിട്ടുള്ള ഒരു സ്ത്രീ ആദ്യമായിട്ടാണ് ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. അതുവരെ ഒരു സ്ത്രീകളും ചെയ്തിട്ടുണ്ടായില്ല. പിന്നീട് ഈ ബക്കഗ്രേവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ത്രീയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ബ്രൂദാസാണെന്നാണ്. ഹസനും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഈ 1x1 എന്ന് പറഞ്ഞ ഒരു ഗാലറി ഉണ്ട് ദുബായിൽ, മാലിനി എന്ന് പറഞ്ഞ സുഹൃത്താണ്. മാലിനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ, ഡൽഹിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മാലിനി ലൈക്ക് ഈ ഹസൻ ഷെരീഫ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, മുഹമ്മദ് കാസിം അവരൊക്കെ ഉണ്ട്, നിങ്ങൾ അയാളുടെ എക്സിബിഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാലിനി ഈ എക്സിബിഷൻ ചെയ്തു, ഹസൻ്റെ എക്സിബിഷൻ ചെയ്തു. ഇത് കാത്തറിൻ ദാവീദ് എങ്ങനെയോ കണ്ടു, അവർ ഉണ്ടായിരുന്നു. അവരത് അബുദാബിയിലൊരു ഷോ ചെയ്തു. എന്നിട്ട് പിന്നെ വെനീസ് ബിനാലൊരു സമയത്ത് ഒരു വലിയൊരു ഷോ കൊണ്ട് ചെയ്തു ഹസന് വെനീസിൽ. അതുകൊണ്ട് ലോകം ഹസനെ തിരിച്ചറിഞ്ഞത് ആരാണ് ഈ കക്ഷി എന്നുള്ളത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹസൻ ഈ UAE നിന്നുള്ളത് പുറത്താണ്. അപ്പോഴേക്കും അയാൾക്ക് പാസ്പോർട്ടും കൊടുത്തു, അയാളുടെ സകല സാധനങ്ങളും റിസ്റ്റോർ ചെയ്തു, അയാളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ലൂറ് മറ്റ് ഗാഗോസിനും അവരൊക്കെ അയാളുടെ വർക്കുകളൊക്കെ കുറേ അക്വയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഹസനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഹസൻ ശരിക്കും ലൈക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വാലിഡേഷനാണ് ഹസൻ തന്നത്. അല്ലെങ്കിൽ നമ്മളാകെ ലൈക്ക് ഈ മുഹമ്മദ് കാസിമിനെ കണ്ടിട്ട് തിരിച്ചു പോയേനെ. ഞാൻ മുഹമ്മദ് കാസിമിനെ കണ്ടിട്ട് തിരിച്ചു പോയാലും എനിക്ക് ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചില്ലേ, ആരെങ്കിലും ഒരാൾ നമ്മുടെ വർക്ക് മനസ്സിലാവുന്ന ഒരു ആളെ കണ്ടില്ലെങ്കിൽ മോശമാണ്. അല്ലെങ്കിൽ നമ്മളാകെ റിജക്റ്റ് ആവും, നമ്മൾ ഈ ചെയ്തത് വെറുതെ പോകും എന്നുള്ളൊരു ലൈനിൽ. അത് കാരണമാണ് ഇയാളെ തേടി പോയത്. പക്ഷെ പോയത് ലൈക്ക് വളരെ നല്ലൊരു രീതിയിൽ ആയിട്ട് ആണ് ലൈക്ക് അവസാനിച്ചത്.